ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു എക്സ്പെരിമെന്റ് വീഡിയോയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. വൺ പീസിന്റെ എപ്പിസോഡ്സ് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താകും എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ പുറത്തിൽ ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾ നല്ലൊരു ആനിമി ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ആനിമി ഫാൻസ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കടൽ കൊള്ളക്കാരുടെ രാജാവായ ഗോൾഡി റോജർ ഒരുപാടധികം ഗോൾഡും ഫെയിമും പവറും ഒക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ എക്സിക്യൂഷനാണ് എപ്പിസോഡിന്റെ ആദ്യം തന്നെ നമ്മൾ കാണുന്നത്. എക്സിക്യൂഷന് മുമ്പ് തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ദ ഗ്രേറ്റ് ട്രഷർ ആയിട്ടുള്ള വൺ പീസ് അദ്ദേഹം ഒരിടത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഈ ലോകം മുഴുവൻ നിങ്ങളത് തിരയണം, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ആ ഒരു ട്രഷർ കണ്ടുപിടിക്കാനായി കടലിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ അന്ന് അവിടെ ദ ഗ്രേറ്റ് പൈററ്റ് എറ ബിഗിൻസ്. ഒരു ക്രൂസ് ഷിപ്പിലുള്ള രണ്ട് സെയിലേഴ്സും കടലിലൂടെ ഒഴുകുന്ന ഒരു ബാരൽ കാണുന്നു. അതിലെന്താണെന്നുള്ള ആകാംക്ഷ കണ്ടിട്ട് അവർ ആ ഒരു ബാരല് കപ്പലിലേക്ക് വലിച്ചു കയറ്റുന്നു. ആ ഒരു സമയം തന്നെ ആൽവിദയുടെ നേതൃത്വത്തിലുള്ള പൈററ്റ് ഷിപ്സ് അവിടെ എത്തുകയും ഈ ഒരു ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. പൈററ്റ്സ് കപ്പലിൽ കയറി ലൂട്ട് നടത്തുകയും ആൽവിദ തന്റെ അടിമയായിട്ടുള്ള കോബിയും കൂട്ടി കപ്പലിലേക്ക് കയറുന്നു. അതേസമയം തന്നെ ഒരു പെൺകുട്ടി അവസരം മുതലെടുത്തി ഈ പൈററ്റ് ഷിപ്പിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. കോബിയും പൈററ്റ്സും കിച്ചണിലുള്ള ആ ഒരു ബാരല് കാണുന്നു. ആ ബാരല് പൊട്ടിച്ചുകൊണ്ട് ഒരു പയ്യൻ പുറത്തു വരുന്നു. അതാണ് നമ്മുടെ കഥയിലെ പ്രധാന പ്രോട്ടോഗണിസ്റ്റ് ആയിട്ടുള്ള മോങ്കി ഡി ലൂഫി. അങ്ങനെ ലൂഫി അറ്റാക്ക് ചെയ്യാവുന്ന പൈററ്റ്സിനെയൊക്കെ അടിച്ചിട്ട് ലൂഫി കോബിയുമായിട്ട് പാൻട്രിയിലേക്ക് പോയി അവിടെയുള്ള ഫുഡൊക്കെ കഴിക്കുകയാണ്. താനൊരു പൈററ്റ് ആകാൻ ആഗ്രഹിക്കുന്നെന്നും അതിനുവേണ്ടിയാണ് കടലിലേക്ക് ഇറങ്ങിയെന്നും വരുന്ന വഴിയിൽ തന്റെ ബോട്ട് ഒരു വേൾപൂളിൽ മുങ്ങിപ്പോവുകയും താൻ ഒരു ബാരലകപ്പെട്ട് പോവുകയുമാണെന്ന് ലൂഫി കോബിയോട് പറയുന്നുണ്ട്. അതേസമയം കോബി തനിക്ക് സംഭവിച്ചതും പറയുന്നു. ഒരു റോ ബോട്ടിൽ യാത്ര ചെയ്തപ്പോൾ ആൽവിദ പൈററ്റ്സ് പിടികൂടുകയും അവനെ അടിമയാക്കി മാറ്റുകയും ചെയ്തു. ശരിക്കും അവനൊരു മറൈൻ ആകാനാണ് ആഗ്രഹം. ഒട്ടും വൈകാതെ തന്നെ ലൂഫി ആ ഒരു കപ്പലുണ്ടെന്നുള്ള കാര്യം ആൽവിദ അറിയുകയാണ്. അത് അറിഞ്ഞ ഉടനെ തന്നെ ലൂഫിയുമായിട്ടുള്ള ഫൈറ്റിനായിട്ട് ആൽവിദ പാൻഡ്രയിലേക്ക് എത്തുകയും അവിടെ ഒരു വലിയ ഫൈറ്റ് സംഭവിക്കുകയും ചെയ്യണം. വലിയൊരു സ്പൈക്ക് ക്ലബ് ഉപയോഗിച്ചുള്ള ആൽവിദയുടെ അടിയൊന്നും ലൂഫിക്ക് വലുതായിട്ടൊന്നും കേൾക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലൂഫി ഒരു ഡബിൾ ഫ്രൂട്ട് യൂസറാണ്. ഈ ഡബിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് വൺ പീസ് വേൾഡ് തന്നെ വ്യാപകമായിട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഡബിൾ ഫ്രൂട്ട് കഴിക്കുന്നവർക്ക് ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി കിട്ടും. അതായത് ആ ഒരു ഡബിൾ ഫ്രൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് പവറാണോ അതായിരിക്കും അവർക്ക് കിട്ടുന്നത്. നമ്മുടെ ലൂഫി കഴിക്കുന്നത് ഗുമി നോമി ഫ്രൂട്ട് ആണ്. അതായത് അവന്റെ ശരീരം മുഴുവൻ റബ്ബർ പോലെയാവും. വൺ പീസ് വേൾഡിൽ ഒരുപാടധികം ഡബിൾ ഫ്രൂട്ട്സ് ഉണ്ട്. കഥ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ ഡബിൾ ഫ്രൂട്ട്സിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. അങ്ങനെ ആൽവിദയും ലൂഫിയും തമ്മിലുള്ള ഫൈറ്റിന്റെ അവസാനം ലൂഫി ഗുമി നോമി പിസ്റ്റൽ ഉപയോഗിച്ച് ആൽവിദയെ തോൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റിന് ശേഷം ലൂഫിയും കോബിയും ചേർന്ന് ഒരു വള്ളത്തിൽ യാത്ര തുടരുന്നു. അതിനിടെ തന്നെ ലൂഫി ആ നേരത്തെ കണ്ട ആ ഒരു പെൺകുട്ടിയും കാണുന്നുണ്ട്. ലൂഫിയുടെ ലക്ഷ്യം ഗ്രാൻഡ് ലൈനിലേക്ക് പോവുക, വൺ പീസ് നേടുക. അതിനു മുമ്പ് പൈററ്റ് ഹണ്ടർ റൊറോണോസോറെ തന്റെ ക്രൂവിലേക്ക് റിക്രൂട്ട് ചെയ്യുക. സോ അതിനായിട്ട് അവർ അടുത്തുള്ള ഐലൻഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. ഇത് ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്കറിയാം. ആ ഒരു മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്.